അല്ല, പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക പരിഹരിക്കുകയല്ല വേണ്ടത്. പ്രതിപക്ഷത്തിനല്ല ആശങ്ക, കേരളത്തിലെ ജനങ്ങൾക്കാണ് ആശങ്ക. എം വി ഗോവിന്ദൻ ആദ്യം അന്വേഷിക്കേണ്ടത്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ടു എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ഒരു കൂടിയാലോചനയും നടത്താതെ എക്സൈസ് വകുപ്പ് ഏകപക്ഷീയമായിട്ടെടുത്തൊരു തീരുമാനമാണിത് എന്നാണ് അറിയുന്നത്. അവിടെ നിന്ന് അധികം ദൂരെയല്ലാത്ത മലബാർ ബ്രൂവറീസ് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകാതെ അതിനു വേണ്ടിയിട്ടുള്ള അനുവാദവും അനുമതിയും നൽകാതെ ഒരു സ്വകാര്യ കമ്പനിക്ക്, ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് പുതിയ സ്ഥാപനം തുടങ്ങാൻ, പുതിയ ഡിസ്റ്റിലറി തുടങ്ങാനുള്ള അനുവാദം നൽകിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. വളരെ ഭീമമായിട്ടുള്ള അഴിമതിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇൻഡോർ കേന്ദ്രമായിട്ടുള്ളൊരു കമ്പനി കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയ വിവരം എങ്ങനെ അറിഞ്ഞു? ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒയാസിസ് കമ്പനിയുമായിട്ട് ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത്? മാത്രമല്ല, ഇവിടെ കേജ്രിവാളിൻ്റെ മദ്യനയത്തിലുള്ള അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയാണിത്. പിണറായി കേജ്രിവാൾ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലും മദ്യനയം തിരുത്താൻ വേണ്ടിയിട്ട് ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണോ കേരളത്തിൽ മദ്യനയം തിരുത്തിയത്, മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഈ മലബാർ ഡിസ്റ്റിലറീസിൻ്റെ, ഈ ഒയാസിസ് ഡിസ്റ്റിലറീസിൻ്റെ കാര്യത്തിൽ, എലപ്പുള്ളിയിലെ ഈ കമ്പനിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തുക, ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കുക, അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലെ നിരവധി സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന നിഗമനം, പ്രതിപക്ഷത്തിൻ്റെ ഈ സഹകരണാത്മക പ്രതിപക്ഷം, വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണാത്മക പ്രതിപക്ഷം ഇതിൽ കൂടുതൽ നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ പത്രസമ്മേളനം മാത്രമല്ല, അതിനപ്പുറത്തുള്ള സമീപനവും അതിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്കും നീങ്ങും. പിണറായി വിജയന് ഈ അഴിമതിയുടെ ആ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, CPI വിയോജിപ്പുണ്ട് എന്ന് പറയുന്നു. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമല്ലേ? ആ മന്ത്രിസഭയിലെ അംഗങ്ങളല്ലേ ഇവർ രണ്ടുപേരും? വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് മിണ്ടാതിരിക്കലാണ് ചെയ്യുന്നതെങ്കിൽ അവർ പറയണം, ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി, ഞങ്ങൾ ഇനി മിണ്ടാതിരിക്കും. ഭരണത്തിൽ പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു നിലപാടും ഒരു തീരുമാനവും എടുപ്പിക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി, ഞങ്ങളുടെ വിഷയം അവസാനിപ്പിച്ചു. ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പ്രതിപക്ഷത്തിന് ഇവിടെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ 1.25 മണിക്കൂർ മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിപക്ഷം കേരളത്തിൻ്റെ നിയമസഭയിൽ ട്രഷറി ബെഞ്ചിൻ്റെ സൈഡിലേക്ക് പോകാൻ പോലും ധൈര്യമില്ലല്ലോ. അവിടെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയിട്ട് ഒരു മുദ്രാവാക്യം വിളിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും MLA, കോൺഗ്രസിൻ്റെ MLAക്ക് തൻ്റെ ഇടമുണ്ടോ? അപ്പോൾ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ CPMൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു മെരുങ്ങിയ പ്രതിപക്ഷമാണ് തിരുവനന്തപുരത്തുള്ളത്. ആ CPI അതിനേക്കാൾ അപ്പുറത്താണ്. കാരണം CPI മന്ത്രിസഭയുടെ ഭാഗമാണ്. മന്ത്രിസഭയിൽ ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? മന്ത്രിസഭയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരുമാനം എടുക്കുന്നത്? അതുകൊണ്ട് ഇതൊരു പത്രവാർത്ത എന്നുള്ളതിനപ്പുറത്ത് CPIയുടെ വിയോജിപ്പിന് ഒരു പ്രാധാന്യമില്ല. അല്ലെങ്കിൽ CPI പറയണം, ഞങ്ങൾ ഈ നയം തിരുത്തുന്നത് വരെ ഞങ്ങൾ തുടർ നടപടികൾ, അതിനേക്കാൾ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും.